بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد അഭിവന്യരും ആദരണീയരുമായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സൗദി അറേബ്യയിലെ ദമ്മാം സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് വൈജ്ഞാനിക പ്രചരണാർത്ഥം ഒരു തുള്ളി വെളിച്ചം എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിൻ്റെ അണിയറ ശില്പികൾക്കും ഈ ഗ്രൂപ്പിലെ മെമ്പർമാർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, സാന്ദർഭികമായ അറിവിന് പ്രസക്തിയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാൻ മാസപ്പിറവിയോടെ നോമ്പ് നിർബന്ധമാണെന്ന് ഖുർആൻ വ്യക്തമായി പ്രസ്താവിച്ചതാണ്. വിശുദ്ധ റമദാനിൻ്റെ സ്ഥിരീകരണത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വ്യക്തവും കൃത്യവുമായ മാനദണ്ഡങ്ങളുണ്ട്. അഥവാ ശഅബാൻ 30 പൂർത്തിയാവുകയോ 29 മാസപ്പിറവി ദർശിച്ചതായി സ്ഥിരീകരിക്കപ്പെടുകയോ വേണം. നിയമപ്രകാരം സാക്ഷിക്ക് യോഗ്യനായ ഒരാളുടെ സാക്ഷി മുഖേനയോ ഖാദിയുടെ സ്വന്തം അറിവിൻ്റെ അടിസ്ഥാനത്തിലോ മാസപ്പിറവി സ്ഥിരീകരിക്കപ്പെടുകയും അതനുസരിച്ച് ഖാദി റമദാൻ ആയിട്ടുണ്ടെന്ന് വിധി പറയുകയും ചെയ്താൽ ഖാദിയുടെ വിലായത്തിൻ്റെ പരിധിയിൽപ്പെട്ടവർക്കെല്ലാം നോമ്പ് നിർബന്ധമാകും. നോമ്പ്, ഹജ്ജ് അടക്കമുള്ള ആരാധനാമുറകൾക്കുള്ള സമയനിർണയങ്ങൾക്ക് സഹായകമാണ് മാസപ്പിറവിയും ചന്ദ്രക്കലയുമെന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. മാസപ്പിറവിയുടെ സമയത്ത് ചന്ദ്രൻ ക്ഷയിച്ചും പിന്നീട് വൃദ്ധി പ്രാപിച്ചും കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അന്വേഷിക്കുകയുണ്ടായി. അവർക്ക് മറുപടി കൊടുക്കുവാൻ വിശുദ്ധ ഖുർആൻ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുകയാണ്. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. നബിയെ, അവർ താങ്കളോട് മാസപ്പിറവിയെപ്പറ്റി അന്വേഷിക്കും. താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, ഇത് മനുഷ്യർക്കുള്ള ആവശ്യങ്ങൾക്കും ഹജ്ജ് കർമ്മത്തിനും മറ്റ് ആരാധനാമുറകൾക്കുമുള്ള സമയനിർണയങ്ങളാകുന്നു എന്ന്. ചുരുക്കത്തിൽ, നോമ്പും പെരുന്നാളും ഉറപ്പിക്കുന്നതിന് അടിസ്ഥാനമാക്കേണ്ടത് ചന്ദ്രപ്പിറവിയാണ്. അടിസ്ഥാനപരമായി മറ്റൊരു മാർഗം ഈ വിഷയകമായി അവലംബിക്കാവതല്ലെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മദ്ഹബിൻ്റെ ഇമാമുകൾ ഏകാഭിപ്രായക്കാരാണ്, അഥവാ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. യോഗ്യരായ പണ്ഡിതന്മാർ ഏകോപിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഖുർആനിനോടും തിരുസുന്നത്തിനോടും കടപിടിക്കുന്ന പ്രമാണമായി ഇജ്മാഅ് ഗണിക്കപ്പെടും. ഇജ്മാഅനെ നിഷേധിക്കുന്നത് വലിയ അപകടമാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂമൂ ലിറുഇയതിഹി വഅഫ്തിറൂ ലിറുഇയതിഹി. റമദാൻ മാസപ്പിറവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക, ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായാൽ നോമ്പ് നിർത്തിവെക്കുക. ഫഇൻ ഗുമ്മ അലൈക്കും, മേഘം മൂടിയ ഒരു അന്തരീക്ഷമാണെങ്കിൽ മാസപ്പിറവി ദർശിക്കാൻ സാധ്യതയില്ലെങ്കിൽ ഫഅക്മിലു ഇദ്ദത ശഅബാന 30, ശഅബാൻ 30 പൂർത്തിയാക്കി പിന്നെ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക, നോമ്പ് നിർവഹിക്കുക. ശഅബാൻ 30 പൂർത്തിയായി പിന്നെ നോമ്പ് അനുഷ്ഠിക്കുക. കണക്ക് നോക്കി മാസം നിർണ്ണയിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. സഹാബത്തും താബീകളും താബീകളും അടക്കമുള്ള 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ലോകം കൈക്കൊണ്ടതും മാസപ്പിറവി ദർശിച്ചുകൊണ്ട് നോമ്പ് നിൽക്കുന്ന ഈ നിലപാട് തന്നെയാണ്. മുസ്ലിം നാടുകളിലൊന്നും തന്നെ
കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും തീരുമാനിക്കുന്ന രീതി നിലവിലില്ല. ന്യൂ മൂൺ അടിസ്ഥാനമാക്കി കണക്കുകൊണ്ട് തന്നെ മാസപ്പിറവി നിർണയിക്കണമെന്നൊരു നൂതന ചിന്ത അടുത്ത കാലത്തായി നിലനിൽക്കുന്നു. ഈ നൂതനവാദികൾ ആശയ സ്രോതസ്സായി കാണുന്നത് ഇബ്നു തീമിയ എന്ന പണ്ഡിതനെയാണ്. അദ്ദേഹമാണെങ്കിലോ തൻ്റെ മജ്മൂഅത്തുൽ ഫത്താവായിൽ കണക്കിന് അടിസ്ഥാനമാക്കിയുള്ള മാസമുറപ്പിക്കലിനെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. മാസപ്പിറവി നിർണയിക്കുന്നതിന് മാത്രമല്ല, ഇന്ന തീയതി മാസം കാണും, ഇന്ന രാത്രി ചന്ദ്രപ്പിറവി ദൃശ്യമല്ല എന്ന് പ്രവചിക്കുന്നതിനെ തന്നെ അദ്ദേഹം കഠിനമായി എതിർത്തിട്ടുണ്ട്. ഒരു മുസ്ലിമും പറഞ്ഞുകൂടാത്തതാണ് ഇതൊന്നും. വിശ്വാസമില്ലാത്ത കപടന്മാരല്ലാതെ ഇതിന് തുനിയുകയില്ലെന്നും ഇബ്നു തൈമിയ വ്യക്തമാക്കുന്നു. ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ശബ്ദമായി അറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹജർ റഹ്മഹുല്ലാ തൻ്റെ മാസ്റ്റർ പീസായ തുഹ്ഫയിൽ പറയുന്നു, ജ്യോത്സ്യനെയും കണക്കന്മാരെയും അനുകരിച്ച് റമളാൻ വ്രതമനുഷ്ഠിക്കാൻ ആർക്കും അനുവദനീയമല്ല, അനുവാദമില്ല. ഹനഫി കർമ്മശാസ്ത്ര പണ്ഡിതനായ ഇമാം ഐനി റളിയല്ലാഹു അൻഹു എഴുതുന്നു, മാസപ്പിറവിയുടെ വിഷയത്തിൽ ജ്യോത്സ്യന്മാരുടെ വാക്കിന് മാത്രം യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് മദ്ഹബിൻ്റെ ഏകകണ്ഠമായ വീക്ഷണമാണ്. അവരുടെ വാക്ക് ആരെങ്കിലും അവലംബിച്ചാൽ നിശ്ചയം അവൻ ശറഇന് വിപരീതം പ്രവർത്തിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ അത്താ കാഹിന ഫസദ്ദഖഹു ബിമാ യഖൂൽ. ആരെങ്കിലും ജ്യോത്സ്യന്മാരെ സമീപിക്കുകയും അവർ പറയുന്നത് അംഗീകരിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ കൊണ്ട് അയാൾ അവിശ്വസിച്ചു എന്ന്. മാലിക്കി കർമ്മശാസ്ത്ര പണ്ഡിതനായ ഇമാം ഖത്താബ് പറയുന്നു റഹ്മത്തുള്ളാഹി അലൈഹി, മാസപ്പിറവി ദർശിക്കാമെന്ന ജ്യോത്സ്യൻ്റെ പ്രവചനം കൊണ്ട് മാസപ്പിറവി സ്ഥിരീകരിക്കപ്പെടുകയില്ല, തീർച്ച. അവൻ്റെ വാക്ക് അടിസ്ഥാനമാക്കി ഒരാൾക്കും തന്നെ നോമ്പ് നോൽക്കൽ അനുവദനീയവുമല്ല. ഹംബലി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ജ്യോത്സ്യന്മാരുടെയോ കണക്കുകാരുടെയോ വാക്കുകൾ അടിസ്ഥാനമാക്കി അത് സത്യത്തോട് യോജിച്ചാൽ പോലും നോമ്പ് അനുവദനീയമല്ല, നോമ്പിനത് അടിസ്ഥാനമാക്കിക്കൂടാ എന്ന്. ഇതാണ് നമ്മുടെ വീക്ഷണം, ഇതാണ് മുസ്ലിം ലോകത്തിൻ്റെ തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി സത്യത്തിൻ്റെ മാർഗത്തിൽ നിലകൊണ്ട് ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ നമ്മെ അല്ലാഹു തുണക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഒന്നിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.